കാലറി കോൺസെപ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാലങ്ങളായി. ഇപ്പോഴും ഇത് കഴിച്ചാൽ ഇത്ര കാലറിയാണ്, ബട്ടറിനകത്ത് ഇത്ര കാലറി ഉണ്ട്, നെയ്ക്കകത്ത് ഇത്രയുണ്ട്, എണ്ണയ്ക്കകത്ത് ഇത്രയുണ്ട് എന്നൊക്കെ പറയുന്നത് രീതികളുണ്ട്. ഫ്രൂട്ട്സിനകത്ത് കുറവാണ്, വെജിറ്റബിൾസിൽ കുറവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഗട്ട് ട്രീറ്റ്മെന്റിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് കാർബ്സ് കഴിക്കുമ്പോഴും ഫൈബർ കഴിക്കുമ്പോഴാണ് ഗട്ടിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് അറിയാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, അരിപ്പരിപാടിയൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെക്ക്, വയറൊന്ന് ശരിയാക്കി തരാം. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ചുമ്മാതെ പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കരുത്. എല്ലാ ആളുകൾക്കും പഴങ്ങൾ പറ്റത്തില്ല. വയറിന് പ്രശ്നമുണ്ടോ, കാപ്സും ഫൈബേഴ്സും മാറ്റി വെക്കാതെ അത് പെട്ടെന്ന് ശരിയാവില്ല. ഇല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ഈ ട്രീറ്റ് ചെയ്ത് മാറത്തേയില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, നമ്മളുടെ കുടലിന് ഏത് പറ്റും, ഏത് ദഹിക്കാൻ പറ്റും, എന്ത് ഡെഫിഷ്യൻസിയാണ് അവിടെ ഉള്ളത്, അത് ശരിയാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചില ആളുകൾക്ക് ഇത് കാലറി അതായത് നമ്മുടെ പ്രോട്ടീൻസ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ശരിയാക്കി കൊണ്ടുപോകുന്ന രീതിയിലാണ് നോക്കണം. അതുകൊണ്ട് കാലറി എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഹൈ കാലറി ഉള്ളത് ഫാറ്റിലാണ്. ഫാറ്റ് ധാരാളമായിട്ട് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഒരു 99% ഹെൽത്ത് കണ്ടീഷനും, അതായത് മോശപ്പെട്ട ഒരു അവസ്ഥയിലും ധൈര്യത്തോടെ കഴിക്കാൻ പറ്റിയ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഫാറ്റാണ്. അപ്പോൾ അത് ഹൈ കാലറി ആണെന്ന് പറഞ്ഞു വെച്ചാൽ അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എണ്ണയിൽ വറുത്ത സാധനം നല്ല ഫാറ്റ് അല്ല, മുട്ടയുടെ മഞ്ഞ നല്ല ഫാറ്റാണ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ നല്ല ഫാറ്റാണ്. അത് വിരൂപമായിട്ട് എടുക്കുന്നതിൽ ശരിയല്ലെങ്കിൽ മാത്രമേ അത് പ്രശ്നമുള്ളൂ. മുട്ടയുടെ മഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് മുട്ടയുടെ വെള്ള എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എനിക്ക് മുട്ടയുടെ മഞ്ഞയാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് വെള്ളയും മഞ്ഞയായിട്ട് ചിലർ പറയും, ഞാൻ 5 മുട്ടയുടെ വെള്ള കഴിക്കും, 3 ഫുൾ മുട്ട കഴിക്കുക. അങ്ങനെയൊന്നുമില്ല. കഴിക്കുമ്പോൾ ഫുള്ളായിട്ട് കഴിക്കുക. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് കയറുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 മുട്ടയും കുറച്ച് നട്ട്സും ബ്ലാക്ക് ടീ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്. സോ സിമ്പിൾ ഇതായിട്ട് തന്നെ നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ശരിയാക്കേണ്ടത് ഇത് ഹൈ കാലറിയാ എന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ മാറ്റി വെച്ചേച്ച് ലോ കാലറി എന്ന് പറഞ്ഞു വെച്ചാൽ ഉള്ള ചോറും വാരി തിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടും പിടിക്കാൻ പറ്റത്തില്ല, ഇമ്മ്യൂണിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പല പല കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഈ പറയുന്ന കാർബ്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സൈഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൻ ഫുഡായിട്ടുള്ള ഇറച്ചി മീനോ മുട്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാറ്റ് കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ടുള്ള സൈഡ് ഡിഷസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യം, ഞാൻ ഒരു ദോശ കഴിക്കുവാണെങ്കിൽ ആ ഒരു ദോശ കഴിക്കുന്നത് ഇവിടെ ഉള്ള ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ മുട്ടയോ ചിക്കനോ എന്താണോ അതാണ് എൻ്റെ മെയിൻ ഫുഡ്. അതിൽ നിന്ന് ഞാൻ സപ്പോർട്ടീവായിട്ട് ഇത് കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ സൈഡിൽ കയറ്റുക, മറ്റു കാര്യങ്ങൾ കയറ്റുന്നുള്ളൂ. വെജിറ്റബിൾസ് അതേപോലെ തന്നെ അതെല്ലാം സൈഡായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരിക്കലും ഇതാണ് എൻ്റെ മെയിൻ സംഭവം എന്ന് പറയാനാണ് രീതിയിൽ. എൻ്റെ ശരീരഘടനയും രീതികൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു.